ഏകദേശം 30 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോടുകൂടിയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും അവസാന ഒരു മണിക്കൂറിൽ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലാവുകയും അവസാന ഒരു മണിക്കൂറിൽ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ വന്ന് സെല്ലിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സ് 23,264 ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഡെക്സ് 0.024% ഹയർ സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. പതിവ് പോലെ മിഡ് ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളും സ്മാൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളും അവരുടെ ഔട്ട് പെർഫോമൻസ് തുടരുകയാണ്. BSE മിഡ് ക്യാപ് ഇൻഡെക്സ് 0.74%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.95% ഹയർ സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ONGC, ടാറ്റ മോട്ടോർ, L&T തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഉയർന്ന ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചത്. ONGC 5.6%, ടാറ്റ മോട്ടോഴ്സ് 1.7%, L&T 1.5% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. എന്നാൽ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് 1.3% ഇടിഞ്ഞു. ഡിവിസ് ലാബ് 1.27%, ITC 0.95% ഇടിഞ്ഞു. ബാങ്ക് നിഫ്റ്റി 0.15% ഇടിഞ്ഞപ്പോൾ പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് 0.16% ഇടിഞ്ഞു. എന്നാൽ PSU ബാങ്ക് ഇൻഡെക്സിൽ 0.15% ഗെയിൻ കാണാൻ സാധിച്ചു. ഇന്നത്തെ ദിവസം ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച സെക്ടർ മീഡിയ, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകളായിരുന്നു. നിഫ്റ്റി മീഡിയ 1.75%, ഓയിൽ ആൻഡ് ഗ്യാസ് 1.3%, റിയാലിറ്റി 1.13% ഉയർന്നു. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും കെമിക്കൽ സ്റ്റോക്കുകളിലും നോട്ടബിൾ ബൈയിങ് ഇൻട്രസ്റ്റ് ഇന്ന് കാണാൻ സാധിച്ചു. ONGC, ഓയിൽ ഇന്ത്യ, സിറ്റി ഗ്യാസ് തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം വന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഓയിൽ ആൻഡ് ഗ്യാസിനെ GST റിജീമിന് കീഴിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നു എന്ന രീതിയിലുള്ള ചില അപ്ഡേറ്റുകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്ത് BJP ലീഡ് ചെയ്ത ഗവൺമെൻറ് തുടർന്ന് വന്ന അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസ് പോളിസി ഗവൺമെൻറ് തുടരാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിലും കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും ഉയർന്ന ബൈയിങ് മൊമെൻറ്റം പ്രകടമായി. അശ്വനി വൈഷ്ണവ് തന്നെ റെയിൽവേ മിനിസ്റ്ററായി തുടരും എന്നുള്ള വാർത്ത വന്നതിന് ശേഷം റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിലും ഡീസൻറ്റ് ബൈയിങ് മൊമെൻറ്റം വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ 23,400 മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസും 23,200 പ്രധാന സപ്പോർട്ടുമായി പ്രവർത്തിക്കും. 23,400 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 23,500, 525 തുടങ്ങിയ നെക്സ്റ്റ് റെസിസ്റ്റൻസ് സോണിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം 23,200 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 23,050, 23,000 തുടങ്ങിയ ലെവലുകളെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തേക്കാം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഡീസൻറ്റ് പെർഫോമൻസ് കാണാൻ സാധിച്ചു. ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി 7.3% ഉയർന്ന് 928 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഹോം ഫസ്റ്റ് ഫിനാൻസിൻ്റെ 52 വീക്ക് ലോ 743, 52 വീക്ക് ഹൈ 1061. ക്യാബിനറ്റ് PMAY സ്കീം തുടരാൻ തീരുമാനിക്കുകയും ഈ PMAY സ്കീമിൻ്റെ കീഴിൽ 3 കോടി ഹൗസുകൾ അല്ലെങ്കിൽ 3 കോടി ഹോമുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അപ്രൂവൽ നൽകിയതിൻ്റെയും പശ്ചാത്തലത്തിൽ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലെ കമ്പനികളായ ആവാസ് ഫിനാൻസിയേഴ്സ്, ഹോം ഫസ്റ്റ്, NBCC, GIC ഹൗസിംഗ് ഫിനാൻസ്, PNB ഹൗസിംഗ്, ഹഡ്കോ തുടങ്ങിയ സ്റ്റോക്കുകളിലെല്ലാം തന്നെ ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ഹോം ഫസ്റ്റ് ഫിനാൻസ് ഇൻട്രാഡേയിൽ 11.4%, ആവാസ് ഫിനാൻസിയേഴ്സ് ഇൻട്രാഡേയിൽ 9.2% ഉയർന്നു. NBCC, GIC, ഹഡ്കോ തുടങ്ങിയ സ്റ്റോക്കുകൾ 7 മുതൽ 8.5% ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ PMAY സ്കീമിന് കീഴിൽ 4.21 കോടി ഹൗസുകളുടെ കൺസ്ട്രക്ഷനാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ സ്കീമിനെ വരുന്ന 5 വർഷത്തേക്ക് കൂടി തുടരാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ് ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലെ കമ്പനികൾക്കും കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിലെ സ്റ്റോക്കുകൾക്കും ലഭിക്കുന്നതാണ്. ഇവിടെ അട്രാക്റ്റീവ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഹോം ഫസ്റ്റ് ഫിനാൻസ് എന്ന സ്റ്റോക്ക്. ഹോം ഫസ്റ്റ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് അതിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ നിന്നും ഇപ്പോൾ ഹയർ സൈഡിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റം സ്റ്റോക്കിൽ വന്നതുകൊണ്ട് വരും ദിവസങ്ങളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനെ വീണ്ടും റീടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് വരുന്ന 2 മുതൽ 3 വർഷത്തേക്ക് ഈ രീതിയിൽ ഹോം ഫസ്റ്റ് ഫിനാൻസ് പോലുള്ള സ്റ്റോക്കുകളെ നമ്മൾക്ക് അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും സ്റ്റോക്കുകൾ അതിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1030, 1025 തുടങ്ങിയ സോണുകളാണ് റെസിസ്റ്റൻസ്. 825, 800 തുടങ്ങിയ സ്റ്റോക്കുകൾ ഹോം ഫസ്റ്റ് ഫിനാൻസിൻ്റെ സപ്പോർട്ടാണ്.
റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിലും ഇന്നത്തെ ദിവസം ഡീസൻറ്റ് ബൈയിങ് കാണാൻ സാധിച്ചു. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 8.6% ഉയർന്ന് 417-അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ഇതുകൂടാതെ IRFC ഇൻട്രാഡേയിൽ 3%, IRCTC, RVNL തുടങ്ങിയ സ്റ്റോക്കുകളിൽ 4%-ഓളവും ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം വന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം അശ്വിനി വൈഷ്ണവ് തന്നെ റെയിൽ മിനിസ്റ്ററായി തുടരും എന്നുള്ള വാർത്ത വന്നതിന് ശേഷമാണ്. ഗ്ലോബൽ ബ്രോക്കേജായ ഗോൾഡ്മാൻ സാൻസ് പോലുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ റിസർച്ച് റിപ്പോർട്ട് പരിശോധിച്ചാലും BJP ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷനിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൂടുതൽ റെയിൽ നെറ്റ്വർക്കും കൂടുതൽ റൂറൽ സ്പെൻഡിങ്ങിലും ഗവൺമെൻറ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് റെയിൽ ക്യാപെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലെല്ലാം തന്നെ അല്ലെങ്കിൽ സ്റ്റോക്കുകളെല്ലാം തന്നെ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 2021 അശ്വിനി വൈഷ്ണവ് റെയിൽവേ മിനിസ്ട്രിയുടെ സ്ഥാനമേറ്റതിന് ശേഷം റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ഈ പെർഫോമൻസ് വരുന്ന 5 വർഷവും തുടരും എന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള പല പ്രോജക്റ്റുകളും ഗവൺമെൻറ്റിന് നടപ്പിലാക്കാനുണ്ട്. ഒന്ന് ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ്, കൂടാതെ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചും വന്ദേ ഭാരത് മെട്രോ പ്രോജക്റ്റും ഗവൺമെൻറ്റിന് നടപ്പിലാക്കാനുണ്ട്. പാസഞ്ചേഴ്സിന് കൂടുതൽ കൺഫേം സീറ്റ് ലഭിക്കത്തക്ക രീതിയിൽ ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അമൃത് വന്ദേ ഭാരത് ട്രെയിൻ 2024-25 വർഷത്തിൽ ഏകദേശം 50ഓളം അമൃത് വന്ദേ ഭാരത് ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഗവൺമെൻറ്റിന് പ്ലാനുണ്ട്. 2047 4500 വന്ദേ ഭാരത് ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ഗവൺമെൻറ്റിനുള്ളത്. ഈ പ്ലാനുകളെല്ലാം തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇവിടെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് ഇർക്കോണാണ്. ഇർക്കോണിനെ സംബന്ധിച്ചിടത്തോളം ഇർക്കോൺ ഏകദേശം റെസിസ്റ്റൻസിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 285, 300 തുടങ്ങിയ സോണുകൾ റെസിസ്റ്റൻസ് ആണ്. 300 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇർക്കോൺ എന്ന സ്റ്റോക്കിൽ നെക്സ്റ്റ് ലെഗ് ഓഫ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇർക്കോണിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് 250, 225 തുടങ്ങിയ ലെവലുകളിലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.